സത്യവിശ്വാസിക്ക് രോഗവും അനുഗ്രഹമാണ്. ഇഹത്തിലും പരത്തിലും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രോഗം അനുഗ്രഹമാണ്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ എന്നാണല്ലോ. ആധുനിക കാലത്ത് ഏറെ സാമ്പത്തിക നിക്ഷേപങ്ങളും വ്യവസായങ്ങളും ആരോഗ്യമേഖലയെ ചുറ്റിയുണ്ട്. ശരീരം സംരക്ഷിക്കാൻ മനുഷ്യർ പലവിധ ശ്രമങ്ങൾ നടത്തുന്നു. ആരോഗ്യ പരിപാലനം ഇസ്ലാം വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. വ്രതം മതാചാരമാക്കിയതിൻ്റെ പല ലക്ഷ്യങ്ങളിലൊന്ന് ആരോഗ്യ സംരക്ഷണമാണ്. നിങ്ങൾ വ്രതമനുഷ്ഠിക്കൂ, ആരോഗ്യമുള്ളവരാകൂ എന്ന നബിവചനം ശ്രദ്ധേയമാണ്. ശാരീരിക സൗഖ്യം നൽകണേ എന്ന പ്രാർത്ഥന എപ്പോഴും വർദ്ധിപ്പിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശമുണ്ട്. സത്യവിശ്വാസികളുടെ ദിനേനയുള്ള പ്രാർത്ഥനകളിൽ അവൻ്റെയും മറ്റുള്ളവരുടെയും ആരോഗ്യ സംരക്ഷണം കടന്നു വരാറുണ്ട്. അതൊരു കടമയായി അവർ കരുതിപ്പോരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കണ്ണുവേദന, ജലദോഷം, തുമ്മൽ, ചൊറിച്ചിൽ എന്നീ 4 രോഗങ്ങൾ ചീത്തയാണെന്ന് ധരിക്കരുത്. കാരണം കണ്ണുവേദന സുഖമായാൽ കാഴ്ച ശക്തി നഷ്ടപ്പെടാതിരിക്കുന്നതിനും, ജലദോഷം കുഷ്ഠരോഗം വരാതിരിക്കുന്നതിനും, തുമ്മൽ വാതരോഗം വരാതിരിക്കാനും, ചൊറി വസൂരി പിടിപെടാതിരിക്കാനും സഹായകമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശക്തമായ പനി പിടിപെട്ട് കിടക്കുന്ന സന്ദർഭത്തിൽ ഞാൻ തിരുസന്നിധിയിൽ ചെന്നു. കഠിനമായി പനി അവിടുത്തേക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കാനായിരിക്കുമല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ, രോഗം ബാധിച്ചാൽ മരത്തിൽ നിന്ന് ഇലയുണങ്ങി വീഴുന്നത് പോലെ രോഗിയിൽ നിന്ന് പാപങ്ങൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കും എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതികരണം. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും വിശുദ്ധ ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. നിന്റെ ശരീരത്തോട് നിനക്ക് കടപ്പാടുകളുണ്ടെന്ന നബിവചനം ആരോഗ്യ സംരക്ഷണത്തെയും രോഗചികിത്സയെയും കൃത്യമായി അടയാളപ്പെടുത്തുന്നതാണ്. മനുഷ്യർക്ക് സ്വാഭാവികമായും രോഗം വരും. ഭേദമാകണമെങ്കിൽ ചികിത്സിക്കണം. അതിന് മതവിരുദ്ധമല്ലാത്ത ഏത് മാർഗവും അവലംബിക്കാം. രോഗം ബാധിക്കാതിരിക്കാൻ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം. രോഗം അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ്. അവൻ തന്നെ അതിന് പരിഹാരം വിധിച്ചിട്ടുണ്ട്. പ്രതിവിധിയില്ലാത്ത ഒരു രോഗവും അവനിറക്കിയിട്ടില്ല. ചില രോഗങ്ങളുടെ യഥാർത്ഥ ശമനൌഷധങ്ങൾ അല്പജ്ഞാനികളായ മനുഷ്യർ കണ്ടെത്തിയിട്ടില്ലെന്ന് മാത്രം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പ്രതിവിധിയില്ലാത്ത ഒരു രോഗവും അല്ലാഹു ഇറക്കിയിട്ടില്ല. സർവ്വ രോഗങ്ങൾക്കും പ്രതിവിധിയുണ്ട്. ഏത് രോഗവും അതിൻ്റേതായ മരുന്നുപയോഗിച്ചാൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ സുഖപ്പെടുത്തുക തന്നെ ചെയ്യും. നിശ്ചയം രോഗവും മരുന്നുകളും അല്ലാഹുവാണ് ഇറക്കിയത്. ഓരോ രോഗത്തിനും അതിൻ്റേതായ മരുന്നും അവൻ പടച്ചിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ ചികിത്സിച്ചു കൊള്ളുക, പക്ഷേ നിരോധിക്കപ്പെട്ട പദാർത്ഥങ്ങൾ കൊണ്ട് ചികിത്സ ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുചരരും ചികിത്സ നടത്തിയിട്ടുണ്ട്. അബൂ സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചു പറഞ്ഞു, എൻ്റെ സഹോദരൻ ഉദരരോഗിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചു, നീ അദ്ദേഹത്തെ തേൻ കുടിപ്പിക്കുക. അയാൾ പോയി വീണ്ടും വന്നറിയിച്ചു, നബിയെ, ഞാൻ തേൻ കുടിപ്പിച്ചു, പക്ഷേ രോഗത്തിന് മാറ്റമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും തേൻ കുടിപ്പിക്കാൻ തന്നെ ആവശ്യപ്പെട്ടു. 3 പ്രാവശ്യം ഇതുപോലെ മടങ്ങി വന്ന അയാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു പറഞ്ഞത് സത്യമാണ്, നിന്റെ സഹോദരൻ്റെ വയറിനാണ് കുഴപ്പം. നിർദ്ദേശം പോലെ അദ്ദേഹം വീണ്ടും തേൻ കുടിപ്പിച്ചതോടെ രോഗം ശമിച്ചു. കരിഞ്ചീരകം മരണമല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും ഔഷധമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇഹ്റാമിലിരിക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജാമ ചികിത്സ ചെയ്തത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഊരവേദനയ്ക്ക് കാട്ടാടിൻ്റെ ഊര സൂപ്പ് വെച്ച് 3 ഭാഗമാക്കി പ്രതിദിനം ഓരോ ഭാഗം വെറും വയറ്റിൽ സേവിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചതായി ഇബ്നു മാജാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അതുകൊണ്ട് തന്നെ ഇസ്ലാം രോഗശമനത്തിന് ചികിത്സ തേടാൻ ഏറ്റവും പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു മതമാണ്. നമുക്ക് എന്ത് രോഗം വന്നാലും അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് അതിന് വേണ്ട പ്രഥമ ശുശ്രൂഷ നാം നൽകിയിരിക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുതന്നെയാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതും. അല്ലാഹു നമ്മുടെ എല്ലാ രോഗങ്ങളും നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.